ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഡേ 2 ആണിത്. നമ്മൾ ഇപ്പോൾ ഉള്ളൊരു പാറയാണ്, അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെയാണ് നമ്മൾ സ്റ്റേ അടിച്ചത്. അപ്പം ചുമ്മാ ഇവിടെ വന്നുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുളമ്പൊരു സെറ്റപ്പ് ഉണ്ട്, ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ ദിവസം എവിടേക്കാണ് പോകുന്നതെന്ന് ഞാൻ പോകുമ്പോൾ വഴിയായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കട്ടപ്പന അവിടെ എവിടെയോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാറയാണ്, ജസ്റ്റ് ഇങ്ങോട്ട് ഇതൊക്കെ ഒന്ന് കാണാൻ വന്നേ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പിന്നെ പറയാം, അല്ല പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പാറ ഈ ഒരു അമ്പലത്തിൻ്റെ പാറയാണ്. അപ്പോൾ ഇവിടെ ഈ കുളമൊക്കെ അവർ അല്ലാതെ ബിൽഡ് ചെയ്തെടുത്ത് ഇവിടെ ചെറിയ സ്റ്റെപ്പ് പോലത്തേക്ക് സെറ്റപ്പ് ഉണ്ട്. വരുന്നൊരു ചെറിയൊരു വഴിയേരിയാണ് വരുന്നതൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഓക്കെ, ബൈ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് രാമക്കൽമേടിലാണ്. ഓക്കെ, ഇവിടെ കുറത്തിയുടെയൊക്കെ സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഇപ്പോൾ ഇവിടുന്ന് ഒരു എൻട്രി ഫീസൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ അവിടുന്ന് നടന്ന് ഇവിടെ എത്തി. അതാണ് കുറവനും കുറത്തിന്നല്ലേ, അത് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നടക്കാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ പക്കാണ്. അതുകൊണ്ട് അവിടെ വിൻഡ് മില്ലൊക്കെ ഉണ്ട്. ഇവിടെ ഫുൾ പറ മൊത്തം പറ. എങ്ങോട്ട് നോക്കിയാലും പറ കേസ്, ഇങ്ങോട്ട് നോക്കിയാലും പറ, അങ്ങോട്ട് നോക്കിയാൽ പറ, ഇങ്ങോട്ട് നോക്കിയാൽ പറ, എല്ലായിടത്തും. ഇതിപ്പോൾ ഒരു പാറയുടെ ഉണ്ടാക്കി വയ്ക്കുന്നത്, ഫുൾ പാറ. അതാണ് ഇടുക്കി. ഓക്കെ, അപ്പം ഇന്നലത്തെ ഒരു പരിപാടി എന്ന് പറയുമ്പം ഇന്നലെ നമ്മൾ ആദ്യം ഇല്ലിക്കക്കല്ലിൽ പോയി, അവിടെ കാര്യങ്ങളെല്ലാം കണ്ട് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയ ഇലവീഴ പൂഞ്ചിറ, അല്ല അതിന് മുമ്പ് മറ്റേ ഒരു വാട്ടർഫാളിൽ പോയി. അവിടെ വെള്ളമൊന്നുമില്ലായിരുന്നു, നല്ലൊരു വാട്ടർഫാൾ. അവിടെ പോയി എന്നിട്ട് നേരെ ഇലവീഴ പൂഞ്ചിറ. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കാൻ പോയി, ഞാനതൊന്നും കാണിച്ചില്ല. ഞാൻ നോർമലായിട്ട് ഫുഡ് കഴിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഇന്നലെ പിന്നെ കടകളൊന്നും പൊതുവെ തുറന്നിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു കുടുംബശ്രീയുടെ ഒരു കട ഉണ്ട്, അവിടുന്ന് നേരെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഞങ്ങൾ നേരെ അവിടുന്ന് പിന്നെ ഇല്ലേക്കാലി ഫുൾ എക്സ്പ്ലോർ ചെയ്ത് പിന്നെ രാത്രി ഡാമിൻ്റെ മറ്റേ ആർച്ച് അവിടെ പോയിട്ട് പിന്നെ നേരെ സ്റ്റേ അടിക്കാൻ പോയതുകൊണ്ട് ഞാൻ സ്റ്റേ ചെയ്തതിൻ്റെ അടുത്താണ് ആ പാറ ഞാൻ കാണിച്ചില്ലേ, ആ അമ്പലമൊക്കെ ഉള്ള അവിടെ. ഓക്കെ, അതായത് ഇന്നത്തെ ദിവസം. ഇപ്പോൾ ഇതേ നമ്മൾ രാമക്കൽമേടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കുറവൻ, ഇത് കുറവൻ, ഇത് കുറത്തി, ഇത് കുറുവൻ മല, ഇത് കുറത്തിമല. ഇതേ അങ്ങനെ എന്തോ ആണ്. ഓക്കെ, 2 മല. ഇവരാണ് മറ്റേ ഡാമൊക്കെ എന്തോ ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നോ അങ്ങനെയൊക്കെ എന്തോ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ പ്രതിമ ഇവിടെ വെച്ചത്. ഇത് പറഞ്ഞ. ഓക്കെ, ഇതൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറച്ച് കാണാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഫുൾ മല. ഇത് കുറവനും കുറത്തിയും എല്ലാം ഉണ്ട്. ഇവിടെ ആയിട്ടൊരു മറ്റേ മഴമുഴക്കി വേലാമ്പിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട്, അതിൻ്റെ ഏറ്റവും മുകളിലൊക്കെ കയറാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ മുകളിലോട്ട് ചെന്നിട്ട് ബാക്കി നോക്കാം. ഇതാണ് ഇതിൻ്റെ മണ്ടയ്ക്കെന്നുള്ള വ്യൂ. ഇത് പറ്റിയില്ലേ വേഴാമ്പൽ, അതിൻ്റെ ചിറകിനകത്ത് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇവിടെ കുറേ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ചിറകുണ്ട്. പിന്നെ കുറേ പേരുടെ പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട്. അഹങ്കാരം തന്നെ. ഇവിടെയൊക്കെ മല ഇത്രയുള്ള കേസ് ഇവിടെ കാണാൻ. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ മൊത്തം തണുത്ത കാറ്റാ വരുന്നത്. വെയിലുണ്ട്, ഓക്കെ, പക്ഷെ തണുത്ത കാറ്റ്, തണുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രിയും കാര്യങ്ങളും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയൊക്കെ പോകാം. വേറെ ഒന്നുമില്ല. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. ഇവിടെ ഇനി ഒന്നും കാണാനില്ല. ഇതിൻ്റെ പുറകിലെന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം. ഏകദേശം അതൊക്കെ കാണുന്നില്ലേ, അത് കൃഷിയാണ്, ഓരോ പാർട്ടീസിൻ്റെ കൃഷി ആണ് അവിടെ കാണുന്നത്. പിന്നെ അവിടെ മൊത്തം മരുന്നുകൊണ്ട് ഇതേ വേറൊരു മല, ഫുൾ ഓഫ് മല. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങണം. ഇതാണ് പാർക്ക്. കൊച്ചു പിള്ളേർക്കും കളിക്കാം, കൂടെ വലിയ പിള്ളേർക്കും കളിക്കാം. ഇവിടെ വേണ്ട ഇതൊക്കെ പൈനാപ്പിളൊക്കെ വയ്ക്കുന്നുണ്ട്. എനിക്ക് പോയിട്ട് നമുക്ക് പൈനാപ്പിൾ വാങ്ങാം. മാങ്ങയുണ്ട്. കേസിപ്പം പാർക്ക് കയറാം. തിരിച്ചു പോകാം. കേസ് നമുക്ക് ഊഞ്ഞാലി ആക്കിയിട്ട് വരാം. അവർ ചെവി പിടിച്ച് പുറത്താക്കത്തില്ല, ഇരിക്കും.
അപ്പം ആടാം ബാ. കിഡ്സിന്റെ പാർക്കുന്നേക്കാണ്. ഓക്കെ, നിലവിളക്കിനു തിരിതറുക്കണം, നിറ പറയത് വേണം, കുരവിടാൻ കൂടുമുത്തോളം മുത്തമ്മേ. കുട്ടിയല്ലല്ലോ നീ, കുട്ടികൾക്കുള്ള പാർക്കിൽ കയറി കളിക്കുന്നത്. ടെങ് 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 ടെങ്. തൂക്കി കിഡ്സിന്റെ പാർക്കിൽ കയറി ഇവള് കളിച്ച് തൂക്കി. ഇറക്കിട്ട് ഇറക്കിട്ട് ഇവള് കുട്ടിയല്ല, കുട്ടിയല്ല. മാങ്ങ മതി, മാങ്ങ എത്ര മതി വരും? എത്ര പീസ്? ഒരു ഗ്ലാസ് നിറച്ച് എണീല്ലേ? നമ്മളിപ്പോൾ ഉള്ള ചതുരംഗപ്പാറയിലാണ്. അതെ, അവിടെ വിൻഡുവില്ലുണ്ട്. ഞാനൊരു വിൻഡുവിൻ്റെ താഴെ തന്നെ നിൽക്കുന്നത്. മൊത്തം ഇതിലുണ്ട്. അപ്പം ഇങ്ങോട്ട് ജസ്റ്റ് കാണാൻ വന്നതാണ്. അതുകൊണ്ട് അവിടെ കാട്ടുതീ ഉണ്ട്, അവിടെ കാട്ടുതീയായിട്ട് കിടക്കുക. വിൻഡുവിൽ ഇതാണ് ചതുരംഗപ്പാറ. അതേ കാട്ടുതീയാണോ അല്ലെങ്കിൽ ഇട്ടാണോ അറിയത്തില്ല. അവിടെ കിടന്ന് കത്തുന്നുണ്ട്. ഇത് തീ എന്തൊക്കെയാണ് ഞാൻ തീയുണ്ടെന്നേ അത് കാണാൻ പറ്റില്ല. പക്ഷെ തീയുണ്ടായിട്ട് കാണാൻ ഇവിടെ ഉണ്ട്. ആ തീയ അറിയത്തില്ല. ഓക്കെ, ദേ വിൻഡുവിൽ അവിടെ രണ്ടെണ്ണം ഉണ്ട്. ദേ ഇവിടെ ഒരെണ്ണമുണ്ട്. ദേ വിൻഡുവിൽ ഇതാണ് ചതുരംഗപ്പാറയുടെ വേറൊരു സൈഡ് കേട്ടോ. നമുക്ക് ജീപ്പിൽ അങ്ങോട്ടൊക്കെ പോകാനൊക്കെ പറ്റും. അപ്പം ജീപ്പിൽ ഇതുകൊണ്ട് ആ മലയാളം മണ്ടയ്ക്ക് പോകാൻ പോവാം. ഓക്കെ, നമ്മളിപ്പം അപ്പുറത്ത് കണ്ട പാറയില്ലേ, അപ്പുറത്ത് നോക്കുമ്പോൾ പാറയില്ല, അതിൻ്റെ മണ്ടയ്ക്കാണ്. ഇതുണ്ടോ, ഇവിടുത്തെ വ്യൂ ഉണ്ടോ? ഒക്കെ ഇതേ ഒരു വിന്നുമില്ല. നമ്മളതുപോലെ ജീപ്പിനകത്ത് കയറി വന്നു, ഇവിടെ വരെ വന്നു. ഓക്കെ, ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ? പക്ക ഇത് ചതുരംഗപ്പാറ. നമ്മൾ കൊണ്ട് അവിടെ നിന്നിട്ട് ഈ പാറ കണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒരു വിൻഡുവിലിരിക്കുന്നുണ്ടോ? ആ വിൻഡുവിലുണ്ടോ? അതിൻ്റെ താഴെ ഇന്ന് നമ്മൾ ഈ പാറ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ കത്തി കിടക്കുന്നത് കണ്ടില്ലായിരുന്നു. ആ പാറയിലോട്ട് നമ്മളിപ്പോൾ എത്തി. ഇത് ആ പാറയാണ്. നല്ല കാറ്റുകൊണ്ട്. ഇത് തമിഴ്നാട് ജില്ല കേട്ടോ. ഓക്കെ, അല്ല തമിഴ്നാട് ജില്ലയല്ല, തമിഴ്നാട് സംസ്ഥാനം. ഓക്കെ, ഇവിടെ കുറേ പേര് വരുന്നൊക്കെ ഉണ്ട്. ഇവിടെ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും മല. ഇത് കണ്ടോ, ഈ വള്ളി ഇപ്പോൾ താന്ന് വന്നേ. എന്ത് കാര്യത്തിൽ താഴെ പോയി നോക്കണം എന്തുവാന്ന്. എന്തായാലും കൊള്ളാം. ഒരാൾ മണ്ടക്കിക്കുന്നു, ഒരാൾ മണ്ടക്കി പോകുന്നുണ്ട് കേട്ടോ. വർക്ക് ഈ കറങ്ങിപ്പിക്കാനല്ലേ ശരിയാക്കാൻ എന്തോ ആണ് പരിപാടി. എന്തമ്മേ, അയ്യോ ചാവാൻ നിൽക്കുമ്പോ വീഡിയോ വേണ്ടപ്പോ ഒന്നും എടുക്കുന്നില്ല. കുറച്ച് റിസ്ക് ആക്കിച്ചു ഇവിടെ. ബട്ട് റിസ്ക് എടുത്താലും അവിടെ എന്തോ പരിപാടി ഉണ്ട്. ആ, ആള് ഞാൻ കാണിച്ചു കേട്ടോ. ആളിനെ സ്റ്റെപ്പിൽ കൂടെ കയറി പോയി. പരിപാടി കൊള്ളാം. ഓക്കെ, ബോട്ട് അല്ല ജീപ്പിനകത്ത് 6 പേർക്ക് എത്ര രൂപ? 600 രൂപ. 8 പേരൊക്കെ മാക്സിമം കയറും. അപ്പോൾ നിങ്ങൾ മാക്സിമം വന്നിട്ട് ജീപ്പൊക്കെ തിരക്കി ജീപ്പിനകത്ത് വരിക. കാരണം ഇന്നലെ നമ്മൾ ഇല്ലിക്കക്കല്ലിൽ പോയപ്പം ജീപ്പിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ആ ജീപ്പ് വേണം ഇല്ലിക്കക്കല്ല്. പക്ഷേ ഇലവീഴപ്പുഞ്ചിൽ അങ്ങനെയല്ല, അവിടെ ജീപ്പിൻ്റെ ആവശ്യമില്ല. നമുക്ക് റെസ്റ്റ് ചെയ്ത് പോകാം. നല്ല പ്ലേസാണ്. അതുപോലെ ഇവിടെയും വരുന്ന വഴിക്ക് കാണാനൊന്നുമില്ല, ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ കാണാൻ. അപ്പോൾ ഇവിടെ വരുന്നവർ മാക്സിമം ജീപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും നടന്നുള്ള അലച്ചിൽ കുറയും. അത്യാവശ്യം നല്ല നടക്കാനുണ്ട്. പിന്നെ ഇതുപോലെ വരുന്ന പോലെയും അവിടെ ഇല്ലേ, അവിടെ നിന്ന് പോയി അറ്റം വരെ അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് പോയിൻ്റ് കഴിഞ്ഞാൽ ഇത്ര ഇങ്ങനെ കാണാം. ഇവിടെ ഇന്ന് അവിടെ ഇത്രയും കാണാം. അത്രേ ഉള്ളൂ. 2 പോയിൻ്റ്.
അപ്പോൾ ഗൈസ് ജീപ്പൊക്കെ ഇറങ്ങി നമ്മൾ ദേ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലം. അപ്പം അടുത്ത വീഡിയോ കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.